ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിനിടെ വേദിയിൽ വെച്ച് മലപ്പുറം SP ശശിധരനെ അധിക്ഷേപിച്ച് PV അൻവർ MLA. പരിപാടിക്കെത്താൻ വൈകിയതിൽ പ്രകോപിതനായാണ് PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തിയത്. MLAയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പരിപാടിയിലെ മുഖ്യ പ്രഭാഷകനായിരുന്ന SP ശശിധരൻ പ്രസംഗത്തിന് തയ്യാറാകാതെ വേദി വിട്ടു. ഞാൻ എന്തോ വലിയ ആളാണ്. SP കുറേ സിം കാർഡ് പിടിച്ച് ഞാൻ കണ്ടു. നമ്മളെ 10 ലക്ഷത്തിന് മുതലേ അതൊരു വിവരമില്ല. കുറേ സിം കാർഡുകൾ അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടെടുക്കുക. SP കാണുന്നത് ഞാൻ TV-യില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ, ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ. എൻ്റെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയേണ്ടത്? ഇപ്പം തന്നെ ഞാൻ 10 മണിക്ക് അങ്ങനെ സമ്മേളനം പറഞ്ഞല്ലേ, ഞാൻ 9:50 മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി 1 മിനിറ്റ് പോലും വൈകാറില്ല. 5ഉം 10ഉം പരിപാടി ഉണ്ടാകുമ്പോൾ 2-3 പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും. ഇവിടെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യാൻ ആളെത്തിയിട്ടില്ല. ശരിയെന്നാണ്. ഒരു ചായയിലെ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ 2 ചായ കുടിച്ചു മലപ്പുറത്ത്. പിന്നെ ഞാൻ 10:20 അവിടെ വന്നത്. ഇവിടെ 27 മിനിറ്റ് ഞാൻ കാത്തിരുന്നു. ഒരു കുഴപ്പമില്ല. അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ്. ആ തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ ആരും കാത്തൊക്കെ തയ്യാറാവും. പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നും ശരിയായ രീതികളല്ല. IPS ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസിനക്ക് ആകെ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തിയത്. വാഹന പരിശോധന, മണ്ണ് എടുക്കൽ ഉൾപ്പെടെ അനുമതി നൽകാത്തത്, തന്റെ പാർക്കിലെ റോപ്പ് ഉണ്ടാക്കിയ ഉപകരണങ്ങൾ ഉൾപ്പെടെ കാണാതായി പോയിട്ടും അന്വേഷണം ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് IPS ഉദ്യോഗസ്ഥരെ PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തിയത്. ഈ പരിപാടിയിൽ പോലും SP എത്താൻ വയ്യെന്ന് അൻവർ MLA പറഞ്ഞു. ചില പോലീസുകാർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, അതിൽ റിസർച്ച് നടത്തുകയാണ് അവർ. സർക്കാരിനെ മോശമാക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ്. കേരളത്തെ ബുദ്ധിമുട്ടുക എന്ന കേന്ദ്രത്തിന്റെ ആവശ്യത്തിന്റെ കൂടെ പിടിക്കുന്നതാണ് ഇത്. ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടിക്ക് താൻ SP കാത്ത് ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നു. അദ്ദേഹം ജോലി തിരക്കുള്ള ആളാണ്, അതാണ് കാരണം എങ്കിൽ ഓക്കെ, അല്ലാതെ താൻ കുറച്ചു സമയം അവിടെ ഇരിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ SP ആലോചിക്കണമെന്നും PV അൻവർ MLA രൂക്ഷ വിമർശനം നടത്തി. ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ പറയാതെ നിവർത്തിയില്ല. പോലീസിൽ മാറ്റം ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ ജനം ഇടപെടും. 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് പറഞ്ഞാൽ സദസ്സ് വഷളാകുമെന്നും PV അൻവർ പറഞ്ഞു. തൂപ്പിലിറക്കി ദാഹം തീർക്കുന്ന സർക്കാരല്ല ഇത്. പെറ്റി കേസിനായി പോലീസ് കോട്ട നിശ്ചയിച്ചിരിക്കുകയാണെന്നും PV അൻവർ MLA ആരോപിച്ചു. തന്റെ പാർക്കിലെ 2000-അധികം കിലോ വരുന്ന റോപ്പ് മോഷണം പോയി 8 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടിയിട്ടില്ല. മലപ്പുറം SP ഇവിടെ ഇടിക്കുന്നുണ്ടല്ലോ, പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. ഒരാളെ വിളിച്ചു വരുത്തി ചായ കൊടുത്തു വിട്ടു. ഏത് പൊട്ടനും കണ്ടെത്താവുന്നേ ഉള്ളൂ. തെളിവ് സഹിതം നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും PV അൻവർ MLA പറഞ്ഞു. പോലീസിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ട്. അടുത്തിടെ ചില സാധാരണ പോലീസുകാർ തന്നെ സമീപിച്ചു. സമീപകാലത്ത് മലപ്പുറം ജില്ലയിൽ പോലീസിൽ വ്യാപക ട്രാൻസ്ഫർ നടന്നു. ട്രാൻസ്ഫറുകൾ മനുഷ്യത്വപരമാകണം. കഞ്ചാവ് കച്ചവടക്കാരുമായി ചില പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു. അതിനാൽ MLA ഇടപെടരുത് എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. രാവിലെ തെറിയും കേട്ട് ജോലിക്ക് വന്നാൽ അത് സാധാരണക്കാരന്റെ മേലെ ആയിരിക്കും. ഫാസിസം നല്ലതല്ലെന്നും PV അൻവർ MLA പറഞ്ഞു. പിന്നീട് മുഖ്യ പ്രഭാഷകനായി എത്തിയ SP താൻ അല്പം തിരക്കിലാണെന്നും പ്രസംഗത്തിന് പറ്റിയ മാനസികാവസ്ഥയിൽ അല്ലെന്നും പറഞ്ഞ് വേദി വിടുകയായിരുന്നു. മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ. എന്താണെന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ടിന്റെ ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 15% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിംഗ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലിയിലാണ്. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.